ഹായ് ഫ്രണ്ട്സ്, നെവിൻ്റെ പബ്ലിക് റെസ്പോൺസ് അറിയാനുള്ള നെവിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട്. അതുപോലെ കുത്തിത്തിരിപ്പ് പിന്നെ ഇത്രയ്ക്കും ഏറ്റുവാങ്ങേണ്ടതുണ്ടോ കുത്തിത്തിരിപ്പിനെ കുറിച്ച് എന്ന് നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. അതുപോലെ നെവിൻ മീഡിയക്കാരെ പറഞ്ഞത് എന്താണ്, മീഡിയക്കാരൊക്കെ എന്താ ഇങ്ങനെ എന്ന് ചോദിക്കുന്നുണ്ട് നെവിൻ. എന്തുകൊണ്ട് ചോദിച്ചു? ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കഷൻ നടത്താൻ പോകുന്നത്. അതിന് മുന്നേ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോളൂ കേട്ടോ. നെവിൻ കാർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുത്തിത്തിരിപ്പ് ബിന്നിയും അതുപോലെ തന്നെ നമ്മുടെ ഭർത്താവായിട്ടുള്ള നൂബിനും ഒപ്പമാണ് ഇപ്പോൾ നെവിൻ എവിടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവർ കാറിൽ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പറയുന്നത് പബ്ലിക് റെസ്പോൺസ് എനിക്കൊന്ന് അറിയണം. ലുലുമാളിക്കാണ് ഇവർ പോകുന്നത്, ട്രിവാൻഡ്രത്തേക്കാണ് പോകുന്നത്. അവിടെ വെച്ചിട്ട് ഈ മാസ്ക് ഇട്ടുകൊണ്ടാണ് നടക്കുന്നത്. അതായത് എനിക്ക് എൻ്റെ സ്കിന്ന് നോക്കണ്ടേ, നമ്മുടെ നെവിൻ്റെ സംസാരം കേട്ടോ, എനിക്ക് എൻ്റെ സ്കിന്ന് നോക്കണ്ടേ, ആ സ്കിന്നൊക്കെ നന്നായി കെയർ ചെയ്യുന്ന ആളാണ്, അതുകൊണ്ട് തന്നെ ഞാൻ മാസ്ക് ഇട്ട് നടക്കട്ടെ, സ്കിൻ മാസ്ക് ഇട്ടിട്ട് നടക്കാൻ പോവുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു സ്കിൻ മാസ്ക് എടുത്ത് ഓപ്പൺ ചെയ്ത് മുഖത്തൊട്ടിക്കുന്നു. എന്നിട്ട് നേരെ ലുലുമാളിക്ക് ഇറങ്ങുന്നു. അപ്പോൾ നൂബിനും അതുപോലെ തന്നെ നമ്മുടെ ഭിന്നിയും കൂടി ഒപ്പം വീഡിയോ പിടിക്കാനും. എന്നിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ആൾക്കാർ ഇങ്ങനെ പതുക്കെ നടന്നു വരുന്ന ഒരു പെട്ടെന്ന് നെവിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഈ മാസ്ക് ഇങ്ങനെ ഇരിക്കുകയാണല്ലോ. അപ്പോൾ അവർക്കൊക്കെ ചിരി വന്നിട്ട് പോകുന്നുണ്ട് കേട്ടോ. ലുലുമാളുള്ളവർ മുഴുവൻ ചിരിക്കുന്നുണ്ട്. ചിലവരൊക്കെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുട്ടികളൊക്കെ നന്നായിട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെവിൻ്റെ ഒരു സ്ഥിര ഡയലോഗ് ഉണ്ടല്ലോ, എൻ്റെ മാസ്ക്, എൻ്റെ മുഖം, എൻ്റെ പൈസ എന്ന് പറഞ്ഞാൽ ഹല്ലേ എന്ന് പറഞ്ഞിട്ട് സ്ഥിരം ഡയലോഗ്. രസമാണ്. നെവിൻ്റെ എല്ലാ എപ്പിസോഡൊക്കെ കാണാൻ നല്ല രസമാണ്. കുട്ടികളൊക്കെ നെവിനെ തിരിച്ചറിഞ്ഞ് ഹായ് സന്തോഷം കൊണ്ട് ഓടി വന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ നെവിൻ്റെയിലാണ് ഇത് പോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ കുത്തിത്തിരിപ്പ് ബിന്നിയെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്, ശരിക്കും ബിന്നിയെക്കുറിച്ച് നമുക്ക് മരണ വീട്ടിലൊരു ചിരിയൊക്കെ നമ്മൾ കണ്ടല്ലോ അല്ലേ. മരണ വീട്ടിൽ പോയി വരുമ്പോൾ ശരിക്കും എന്താണ്, വീടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ചിരിക്കുന്നു, തലമാന്തുന്നു, മുഖമറയ്ക്കുന്നു, ചിരിച്ചു മതിക്കുന്നു, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ എല്ലാവരും അതിനെക്കുറിച്ച് ഭിന്നിയെ എല്ലാവരും എന്താണ് മോശം പറഞ്ഞ് വീഡിയോ ചെയ്തു. ശരി തന്നെയാണ്, മോശം തന്നെയാണ്. ബിന്നിയുടെ സ്വഭാവം നമ്മൾ ഉള്ളിൽ വെച്ച് ബിഗ് ബോസ് വെച്ച് കണ്ടതും കൂടിയിട്ടാണ് അല്ലേ. അപ്പോൾ ബിന്നി ഇതിനുള്ള എക്സ്പ്ലനേഷൻ എന്താ തന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ഇറങ്ങുന്ന സമയത്ത് ഒരാൾ വന്ന് എന്നോടൊരു കാര്യം പറഞ്ഞു. ആ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ റിയാക്ട് ചെയ്തതാണ് ചിരിച്ചിറങ്ങിയത്. അപ്പോഴാണ് മീഡിയക്കാർ അവിടെ നിന്ന് ഇത് എടുക്കുന്നുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് കേട്ടോ. എന്നിട്ട് അപ്പോൾ മീഡിയക്കാർ ചോദിക്കുന്നുണ്ട് ബിന്നിയും അതുപോലെ തന്നെ നമ്മുടെ ഈ അംബികയും കൂടിയിട്ടുള്ള ബന്ധം എന്താണ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് ഞങ്ങൾ ഒരുമിച്ചൊരു സീരിയലിൽ അഭിനയിച്ചതാണ്, ഗീതാ ഗോവിന്ദത്തിൽ എൻ്റെ അമ്മായിമ്മയായിരുന്നു അംബിക എന്ന് പറയുന്നുണ്ട് കേട്ടോ. പഴയൊരു നടി അംബികയുണ്ടല്ലോ, അതാണ് കേട്ടോ പറയുന്നത്. പക്ഷേ ഇവിടെ എല്ലാവരും ബിന്നിയെ എന്ത് ചെയ്തു, വിമർശിച്ചു കൊണ്ടിരുന്നു. പക്ഷെ അപ്പുറത്ത് നിങ്ങൾ സംഭവിക്കുന്നത് എന്താണെന്ന് അറിഞ്ഞില്ലേ, ഈ അംബികാമ്മ എന്താണ് ചെയ്തിരുന്നത്, അമ്മ മരിച്ചു കിടക്കുകയാണ് അംബികാമ്മയുടെ. അപ്പോൾ ഒരു പ്രേക്ഷകൻ അല്ലെങ്കിൽ ഒരു ഫാൻ, മൂപ്പരെ ആരാധിക്കുന്ന ഒരു മനുഷ്യൻ വന്ന് സെൽഫി ചോദിച്ചപ്പോൾ അമ്മ മരിച്ചു കിടക്കുന്നിടത്തുനിന്ന് ആളൊരു സെൽഫി എടുത്തു കൊടുക്കുന്ന സംഭവമാണ് പിന്നെ ഞാൻ കാണുന്നത്. അപ്പുറത്തെ അമ്മയെ അവിടെ മരിച്ചു കിടത്തിരിക്കുകയാണ്. അപ്പോൾ അംബികാമ്മ നല്ല രസത്തിൽ നല്ല ഉടുത്തൊരുങ്ങി വന്ന് സെൽഫി കൊടുക്കുന്നു. അപ്പോൾ ബിന്നി ചെയ്തതാണോ ശരി, അംബികാമ്മ ചെയ്തതാണോ ശരി? ബിന്നിക്ക് വേണമെങ്കിൽ ചിരിക്കാം, പക്ഷെ അത് ബിന്നിയുടെ അന്തസ്സാണ്. കാരണം മരണ വീട്ടിൽ ചെന്നിട്ട് ചിരിക്കുക എന്ന് പറയുന്നത് ഒരാളും ചെയ്യില്ല. അപ്പോൾ അത് ബിന്നിക്ക് അന്തസ്സില്ലായ്മ തന്നെയാണത് അല്ലേ, അത് നമ്മൾ സമ്മതിച്ചു. പക്ഷെ സ്വന്തം അമ്മ മരിച്ചു കിടക്കുമ്പോൾ സെൽഫി, നല്ല ഉടുത്തൊരുങ്ങി സെൽഫി കൊടുക്കുന്നത് എനിക്ക് നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ പിന്നെ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയാം അല്ലേ. അപ്പോൾ ബിന്നിയെ നമുക്ക് തൊമ്മൻ എന്ന് പറയാം, അംബികാമ്മയെ നമുക്ക് എന്ത് പറയാൻ പറ്റും? എനിക്കൊന്നും അറിയില്ല അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ബിന്നിയുടെ ഒരു ഫ്രണ്ടിനെ അവിടെ വെച്ച് കണ്ടു. ബിന്നിയായി സീരിയസ് ആയിട്ട് സംസാരിക്കുന്നത് കണ്ടു. ആരാണ് ആ ഫ്രണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീരിയൽ നടി മായ ആയിരുന്നു. ഈ മായയെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? PR-നെ കുറിച്ച് ഘോരമായിട്ട് പ്രസംഗം നടത്തിയിരുന്ന ഒരാളാണ് മായ. അപ്പോൾ അവിടെ വെച്ച് ബിന്നിയുടെ ഫ്രണ്ടാണെന്ന് അറിഞ്ഞപ്പോഴാണ് എനിക്കൊരു സംഭവം പിടുത്തം കിട്ടിയത്. ഈ PR-നെ കുറിച്ചിട്ട് മായ ഘോരം സംസാരിച്ചിരുന്നത് ബിന്നിയിൽ നിന്നിട്ടുള്ള അറിവ് കൊണ്ടാണ് അല്ലേ. അന്ന് മായ ഈ PR-ൻ്റെ അനുമോളുടെ പ്രശ്നങ്ങൾ വന്നപ്പോൾ പറഞ്ഞു, അയ്യേ മാനക്കേടാണ്, PR വെച്ച് ജയിക്കുന്നത് എന്തിനാണ് ആ ജയം, അങ്ങനത്തെ ഒരു ജയം നമുക്ക് വേണ്ട, മാനം കെട്ട ജയം നമുക്ക് വേണ്ട, PR വെച്ച് ജയിച്ചിട്ട് അനുമോൾക്ക് എന്തുണ്ടായി എന്നൊക്കെ പറഞ്ഞ് ഘോരം സംസാരിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചു ഓ മായ പറയുന്നതൊക്കെ ഭയങ്കര കറക്റ്റാണ്. അപ്പോൾ മായ എവിടെ നിന്നിട്ടാണ് ഇത് ചോർത്തിയത് എന്ന് കണ്ടപ്പോൾ അത് എനിക്കൊരു ഷെയിമായിട്ട് തോന്നി. കാരണം മായയുടെ ഫ്രണ്ടാണ് ഈ ബിന്നി. അങ്ങനെയാണ് മായയ്ക്ക് ഈ ഘോരം 16 ലക്ഷത്തിൻ്റെ കഥയും ഈ നാണം കെട്ട കഥയും ഒക്കെ പറയാൻ മായയ്ക്ക് ഉത്തേജനം ലഭിച്ചതെന്ന് മനസ്സിലായി. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ നെവിൻ പറയുന്നുണ്ട് കേട്ടോ,
ഈ ഭിന്നിയെ എല്ലാവരും വിമർശിച്ചല്ലോ, മരണ വീട്ടിൽ കിടന്നിട്ട് ഇങ്ങനെ കിടന്ന് ചിരിച്ചു മതിച്ചു എന്ന് പറഞ്ഞ് വിമർശിച്ചപ്പോൾ നെവിൻ പറയാണ്, ഞാൻ അവിടെ ഉണ്ടായിരുന്നു, അവിടെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. എന്തിനാണ് ഇങ്ങനെ ഒരു മനുഷ്യനെ ഡീഗ്രേഡ് ചെയ്യുന്നത്, അതായത് ഭിന്നിയെ. മീഡിയക്കാരൊക്കെ എന്താ ഇങ്ങനെ ഓരോ മനുഷ്യരെ ഡീഗ്രേഡ് ചെയ്യാൻ നടക്കുകയാണോ എന്നൊക്കെ ചോദിച്ച് നെവിൻ വലിയ പ്രസ്താവന ഇറക്കുന്നുണ്ട്. നെവിൻ ശരിക്കും ഒരു പാവാണ്, നിഷ്കളങ്കനാണ്. പക്ഷേ നെവിക്ക് ഇനി കിട്ടാൻ കിടക്കുന്നതേ ഉള്ളൂ എന്ന് മാത്രമേ എനിക്ക് ഈ സമയത്ത് പറയാനുള്ളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.